ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുള്ള വിഷുക്കട്ടയുടെ റെസിപ്പി കാണാം. വിഷുവിന് വിഷുക്കണി ഒരുക്കാറുള്ള പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിഷുക്കട്ട ഉണ്ടാക്കുന്നതും. വിഷുവിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് കഴിക്കാറുള്ളത്. വിഷുക്കട്ടയുടെ കോമ്പിനേഷനായിട്ട് ശർക്കര പാനി കൂട്ടി കഴിക്കുന്നവരുണ്ട്. ഞങ്ങളിത് കറി കൂട്ടിയാണ് കഴിക്കാറ്. വിഷു സ്പെഷ്യൽ മാങ്ങക്കറിയാണ് ഇതിനായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വിഷുക്കട്ടയുടെ റെസിപ്പി കാണാം. വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് 1 ഗ്ലാസ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഉണക്കലരി അഥവാ പായസ അരി എന്നൊക്കെ ഇതിനെ പറയും. ഇതില്ലെങ്കിൽ മാത്രം പച്ചരി വെച്ചും വിഷുക്കട്ട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്നിരുന്നാലും ഈ അരിയാണ് കേട്ടോ വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. അരി നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇതൊന്ന് കുതിർത്താൻ വയ്ക്കാം. അടുത്തതായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാളികേരപ്പാലാണ്. 2 നാളികേരം പിഴിഞ്ഞെടുത്തതിൽ നിന്നും 1 ഗ്ലാസ് നല്ല കട്ടിപ്പാലും 4 ഗ്ലാസ് രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ജീരകമാണ്. ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പരന്ന പാത്രം എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. വീട്ടിലൊക്കെ സാധാരണ ഉരുളിയിലാണ് ഉണ്ടാക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ അരി തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വേവായിട്ട് വരണം. ഞാനൊരു വാഴല ഉപയോഗിച്ച് ഇതൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. ഇനി ഇടയ്ക്കിടെ തുറന്നു നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് വേവായി കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നാളികേരപ്പാലൊക്കെ ഒന്ന് വറ്റി അരി ഒരു 80% വേവായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അതുവരേക്കും കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് അരി നല്ലപോലെ ഒന്ന് വേവായിട്ട് കിട്ടും. ഇപ്പോൾ നാളികേരപ്പാലൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവമില്ലേ, ആ പരുവം വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ കണ്ടോ, പാനിൽ നിന്നും വിട്ട് വരുന്ന പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിൽ ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ വിഷുക്കട്ട ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നല്ല ചൂടോടെ തന്നെ വാഴയിലേക്ക് ഇട്ട് ഒന്ന് പരത്തി കൊടുക്കുമ്പോൾ വിഷുക്കട്ടയുടെ ചൂട് തട്ടി വാഴയില നന്നായിട്ട് ഒന്ന് വാടി വരും. അപ്പോൾ ആ ഒരു ഫ്ലേവർ കൂടി വിഷുക്കട്ടയിലേക്ക് കിട്ടും. അത് നമ്മുടെ വിഷുക്കട്ടയ്ക്ക് രുചി കൂട്ടും. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരണം. ചൂടോടെ മുറിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ ചൂടാറി വരാനായിട്ട് 1 മണിക്കൂറെങ്കിലും വെച്ചോളൂ. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഞാൻ ചെറിയ ചെറിയ സ്ക്വയർ പീസുകളാക്കിയാണ് മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നല്ല രുചിയോടെ തന്നെ നമുക്ക് വിഷുക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് വിഷുക്കട്ടയ്ക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാങ്ങാക്കറിയുടെ റെസിപ്പി കാണാം. മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇനി ഉണക്കമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു മാങ്ങ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ പച്ചമുളക് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ മാങ്ങ ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണം മാറിപ്പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇനി നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം.
കറി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. എന്നിട്ട് ചാറൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്നത് വരെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചാറൊക്കെ ഇതുപോലെ ഒന്ന് കുറുകി വരും. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ സമയത്ത് കറിയിൽ ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് ടേസ്റ്റ് അല്പം കൂട്ടാനായിട്ട് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ ഇത്. ഞാനിന്ന് വിഷുക്കട്ടയ്ക്കൊപ്പം മാങ്ങാക്കറിയാണ് സെർവ് ചെയ്യുന്നത്. വിഷുക്കട്ടയ്ക്ക് കോമ്പിനേഷനായിട്ട് ശർക്കര പാനി ഉണ്ടാക്കി അത് കൂട്ടി കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ശീലിച്ച കാര്യങ്ങളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടങ്ങളുണ്ടാവില്ലേ, അതുപോലെ ഒരു ഇഷ്ടമാണ് വിഷുക്കട്ട മാങ്ങക്കറി കോമ്പിനേഷനോടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും വിഷുക്കട്ടയും മാങ്ങക്കറിയും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ കമൻറ്റ് വഴി ഒന്ന് അഭിപ്രായം അറിയിക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്